കരിമങ്ങല്യം ഇല്ലാതാക്കണോ ദാ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്യൂ. നമ്മുടെ സ്കിൻ നമ്മൾ എപ്പോഴും സ്മൂത്ത് ആയിട്ട് നല്ല തിളക്കം വെച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ, നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നിങ്ങളുടെ സ്കിൻ നല്ല സ്മൂത്ത് ആക്കാനും നല്ലപോലെ തിളക്കം വെപ്പിക്കാനും ഒരു എളുപ്പ മാർഗം പറഞ്ഞു തരട്ടെ. ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങൾക്ക് ഇതുപോലെ തിളക്കം വെക്കുന്ന സ്കിൻ നേടിയെടുക്കാം, അതും 1 മിനിറ്റിൽ തന്നെ. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ വീഡിയോസ് കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എന്റെ പേര് റംസാനിയ. എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആക്കാനും വെട്ടിത്തിളങ്ങാനും സഹായിക്കുന്ന ഒരു കിടിലൻ കാര്യം. ഇതൊന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ സ്കിന്നിന്റെ ഷെയ്ഡ് കൂടുന്നത് കണ്ട് നിങ്ങൾ പോലും ഞെട്ടുന്ന തയ്യാറാക്കി ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും ഒക്കെ നമുക്ക് കാണാം. അതിലേക്ക് പോകാം. സ്കിൻ നല്ല പോലെ വെളുക്കാൻ വേണ്ടി 1 മിനിറ്റ് കൊണ്ട് സഹായിക്കുന്ന ഒരു കിടിലൻ പാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പാക്ക് തയ്യാറാക്കാൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന കടലമാവിൻ്റെ പൊടിയാണ് വേണ്ടത്. അത് 1 ടേബിൾ സ്പൂണോളമാണ് കടലമാവിൻ്റെ പൊടി ചേർക്കേണ്ടത്. അങ്ങനെ കടലമാവിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം റൈസ് പൗഡറാണ് ചേർക്കേണ്ടത്. അങ്ങനെ റൈസ് പൗഡറും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡ് പൗഡറാണ് വേണ്ടത്. ഫ്ലാക്സ് സീഡ് പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ തിളക്കം വെപ്പിക്കാനും സ്കിന്നിനെ നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാനും നല്ല ജീവനുള്ള കോശങ്ങളെയൊക്കെ വീണ്ടെടുക്കാനും നമ്മുടെ ഫ്ലാക്സ് സീഡിൽ പൗഡറിൽ നിന്ന് സാധിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ സെനമൺ പൗഡറാണ്. അതായത് കറുകപ്പട്ടയുടെ പൊടിയാണ് വേണ്ടത്. 1/2 ടേബിൾ സ്പൂണോളം സെനമൺ പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ സെനമൺ പൗഡർ 1/2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് പൊടികൾ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ പൊടികളൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുളിയില്ലാത്ത തൈരും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കണം. അങ്ങനെ നമ്മൾ തൈര് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കി എടുക്കുകയാണ്. തൈരെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഡെഡ് കോശങ്ങളെയൊക്കെ ഇല്ലാതാക്കി ജീവനുള്ള കോശങ്ങളെ വീണ്ടെടുക്കാൻ സാധിക്കും. കൂടുതലും തൈരിനകത്ത് അടങ്ങിയിരിക്കുന്ന പല കണ്ടൻറ്റുകളും നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. അങ്ങനെ നമ്മൾ നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു ക്രീമി പരുവത്തിലായിട്ടാണ് നമ്മുടെ പാക്ക് കിട്ടുന്നത്. ഇത് നിങ്ങൾ ഡെയിലി ചെയ്യാനായിട്ട് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെങ്കിലും നിങ്ങൾ ചെയ്യണം കേട്ടോ. എന്തായാലും ഞാനിപ്പം എൻ്റെ കൈകളിലാണ് ഇട്ട് നിങ്ങളെ കാണിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ഫേസിലും നിങ്ങൾ ഇടാനായിട്ട് നോക്കുക. എന്തായാലും ഞാൻ എൻ്റെ കൈകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചെടുക്കുക, എന്നിട്ട് നല്ല പോലെ തേച്ചങ്ങോട്ട് പിടിപ്പിക്കണം. അങ്ങനെ തേച്ച് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കഴുകി മാറ്റുന്നത്. 3 മിനിറ്റിന് ശേഷം കഴുകുമ്പോൾ എന്താണ് മാറ്റം എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. സ്കിന്നിനകത്തുണ്ടാകുന്ന കരിമങ്ങല്യം മാറ്റാനും സ്കിന്നിൻ്റെ ഡെഡ് കോശങ്ങളെയൊക്കെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റി നല്ല ജീവനുള്ള കോശങ്ങളെ വീണ്ടെടുക്കാനും സ്കിന്നിനെ നല്ല തിളക്കം വെപ്പിക്കാനും നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. അങ്ങനെ ഞാൻ തുടച്ചെല്ലാം മാറ്റിയിട്ടുണ്ട്. സ്കിന്നിൻ്റെ ഗ്ലോ നിങ്ങൾ കണ്ടോ? ഞാനൊന്ന് കഴുകിക്കൊണ്ടുകൂടെ വരട്ടെ. കഴുകിക്കൊണ്ട് വന്നപ്പോൾ സ്കിന്നിൻ്റെ മാറ്റം നല്ല പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അടിപൊളിയാണ് കൂട്ടുകാരെ, ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ സ്കിൻ നിറം വെപ്പിക്കാൻ ഈ ഒരു കിടിലൻ പാക്കിൽ നിന്ന് സാധിക്കും. ഇനി ഒരിക്കലും നിങ്ങളുടെ സ്കിൻ കരിമങ്ങല്യം വരാതെ സ്കിന്നിനെ നല്ല രീതിയിൽ നിർത്തും. കണ്ടല്ലോ, ആ ഒരു പാക്കൊക്കെ തയ്യാറാക്കിയത് കണ്ടോ? നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആക്കാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കുമല്ലോ. എന്റെ സ്കിൻ നല്ലപോലെ എനിക്ക് സ്മൂത്ത് ആക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും സാധിക്കും. എന്തായാലും ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. ഷെയർ ചെയ്ത കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.